ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ എങ്ങനെയാണ് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള 3 ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് 12 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനത്തെ BMS ബോർഡും ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു BMS ബോർഡ്, അപ്പോൾ ഇത് 12 വോൾട്ട് 20 ആംപിയറിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് ഞാൻ തൊടുപുഴ കിഷോർ ഓഡിയോസിൽ നിന്ന് മേടിച്ചതായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഏകദേശം ഇപ്പോൾ ഈ ഒരു ബോർഡ് മേടിച്ചിട്ട് 2 മാസമായി കാണും. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിയ സമയത്ത് ഈ ഒരു ബോർഡിന് 120 രൂപയ്ക്കാണ് എനിക്ക് കടയിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ ഞാൻ കുറച്ച് നാളുകൾ കഴിഞ്ഞ് വീണ്ടും ഈ ഒരു ടൈപ്പ് ബോർഡ് മേടിക്കാൻ ചെന്നപ്പോൾ ഈ ഒരു ബോർഡിന് 220 രൂപയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ഒരു കടയിൽ നിന്ന് വാങ്ങാതെ അടുത്ത കടയിൽ ചെന്ന് പിന്നെ പോയത് ഹൈടെക് ഇലക്ട്രോണിക്സിലാണ്. അപ്പോൾ ഹൈടെക് ഇലക്ട്രോണിക്സിൽ 220 240 അങ്ങനെ എന്തോ സംതിങ് ആണ് പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും തൊഴിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും പോയി അന്വേഷിക്കാമെന്നുള്ളൂ. അങ്ങനെ ഞാൻ 2 കടയിൽ നിന്നും ബോർഡ് വാങ്ങിയില്ല. അതുപോലെ കിഷോർ ഇലക്ട്രോണിക്സ് ഈ ഒരു ഷോപ്പിൻ്റെ കാര്യം മറന്നുപോയതല്ല കേട്ടോ. ആ ഒരു കടയിൽ ഇങ്ങനെയുള്ള ബോർഡുകൾ കിട്ടാനില്ല. അതുപോലെ ഈ കാണുന്ന പോലത്തെ സിംഗിൾ ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ, അപ്പോൾ ഈ ഒരു ബോർഡിനും തൊടുപുഴ കിഷോർ ഓഡിയോസിൽ 70 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇത് പെട്ടെന്നുള്ള ആവശ്യമാണെങ്കിൽ നടക്കില്ല. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് ഇത് ഉപകാരപ്പെടുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് 120 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബോർഡ് ഇപ്പം 200 രൂപയ്ക്ക് വിൽക്കുന്ന ഇതുപോലത്തെ 5 ബോർഡുകൾ ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ബോർഡിന് 69 രൂപ വെച്ചാണ് അയക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരുപാട് വിലക്കുറഞ്ഞാണ് ഇതുപോലത്തെ ബോർഡ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോർഡ് പൊട്ടിച്ചുകൂടി കാണിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള ബോർഡുകൾ നമുക്ക് മിക്കപ്പോഴും ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ചധികം ബോർഡുകൾ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിന് കടയിൽ നിന്ന് മേടിക്കുന്ന ബോർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറവൊന്നുമില്ല. ആ ഒരു സെയിം ടൈപ്പ് ബോർഡ് തന്നെയാണ്. അതുപോലെ ഈ ഒരു ടൈപ്പ് ബോർഡിന് ആമസോണിൽ 99 രൂപയ്ക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് 69 രൂപയ്ക്ക് വാങ്ങിയത് മേക്കർ ബസാറിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പ്രമോഷനാണെന്നൊന്നും ആരും കരുതരുത്. എനിക്കിവിടെ ഉപകാരപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മിക്കവർക്കും മേക്കർ ബസാറിൽ വിലക്കുറവുള്ള കാര്യം അറിയാവുന്നതായിരിക്കും. ഇപ്പം ഞാനിവിടെ വാങ്ങിയ ഒരു 12 വോൾട്ട് 20 ആംപിയറിൻ്റെ ബോർഡിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ക്ലിയർ ആയിട്ട്. ഒരു ബോർഡിന് 69 രൂപയാണ് നമുക്ക് മേക്കർ ബസാറിൽ നിന്ന് മേടിക്കുമ്പോൾ. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് മേക്കർ ബസാറിൽ നിന്ന് സാധനം മേടിക്കുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ടെക്നോ ഫ്രീക്ക് ബൈ മിഥുൻ, ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യുന്ന മിഥുൻ പ്രോയാണ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നെ. അങ്ങനെയാണ് ഞാനും ഇതിൽ നിന്ന് ബോർഡൊക്കെ വാങ്ങിയത്. അപ്പോൾ മേക്കർ ബസാറിനെ പറ്റി മിക്കവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അറിയില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 500 രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ടാണ് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അതുപോലെ നമുക്ക് ഒന്നിലധികം സാധനങ്ങൾ ഒറ്റ കൊറിയർ ചാർജിൽ കിട്ടും. കൊറിയർ ചാർജ് മാത്രം നമുക്ക് 100 രൂപയ്ക്ക് അടുത്താവും. അപ്പോൾ ആ ഒരു കൊറിയർ ചാർജ് നമുക്ക് വലിയൊരു നഷ്ടമായിട്ട് കൂട്ടാനില്ല. ഇങ്ങനെയുള്ള ബോർഡ് നമുക്ക് കടയിൽ കിട്ടുന്നതിനേക്കാളും ഒരുപാട് റേറ്റ് കുറഞ്ഞാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേക്കർ ബസാറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. സാധനങ്ങൾ മേടിക്കണമെന്നില്ല, ഓരോത്തിൻ്റെ റേറ്റ് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും. അതുപോലെ ഈ കാണുന്നത് 12 വോൾട്ട് 2 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ 180 രൂപയാണ് ആയത്. ഞാനിവിടെ മേക്കർ ബസാറിൽ നിന്നും 5 BMS ബോർഡും ഇതുപോലെ ഒരു അഡാപ്റ്ററും പിന്നെ 2 USB OTG കണക്ടറും ആയിരുന്നു മേടിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള അഡാപ്റ്ററിനും മേക്കർ ബസാറിൽ നല്ല വിലക്കുറവുണ്ട് കടയിലേക്കാളും. അതുപോലെ വോൾട്ടും ആംപിയറൊക്കെ പലതിൻ്റെയും കാണും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം മേടിക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ മേടിച്ചത് 3 ഐറ്റമാണ്. അപ്പോൾ ഈ 3 ഐറ്റവും ഒറ്റ പാക്കിലാണ് കിട്ടിയത്. അപ്പോൾ 3നും കൂടി ഒറ്റ കൊറിയർ ചാർജാണ് ആയത്. അതുപോലെ ഞാനിവിടെ സാധനം ഓർഡർ ചെയ്ത് 13 ദിവസം കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് തിരഞ്ഞെടുത്തത്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഈ ഒരു ടൈപ്പ് ചെറിയ പവർ ബാങ്കിൻ്റെ ബോർഡ്, അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോർഡ് എനിക്കിവിടെ തൊടുപുഴയുള്ള കടകളിലൊക്കെ കിട്ടുന്നത് 50 രൂപയ്ക്കാണ്. ചില കടയിൽ 65 രൂപയ്ക്ക് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോർഡിന് നമുക്ക് മേക്കർ ബസാറിൽ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു സെയിം ടൈപ്പ് ബോർഡ് തന്നെയാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോർഡ് മേക്കർ ബസാറിൽ 29 രൂപയ്ക്കാണ് കിട്ടുന്നത്. കടയിലേക്കാളും നല്ല രീതിയിൽ വിലക്കുറവുണ്ട്. അതിൽ ഈ കാണുന്ന 2 OTG കണക്ടർ, ഇത് ഞാൻ മേക്കർ ബസാറിൽ നിന്ന് മേടിച്ചാണ്. ഇതിനിവിടെയുള്ള കടകളിലൊക്കെ 50 രൂപയ്ക്കാണ് ആവുന്നത്. അപ്പോൾ ഈ ഒരു USB OTG കണക്ടറിന് മേക്കർ ബസാറിൽ എത്ര രൂപയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു OTG കണക്ടറിന് മേക്കർ ബസാറിൽ 13 രൂപയാണുള്ളത്. അപ്പോൾ മേക്കർ ബസാറിൽ നിന്ന് സാധനം മേടിക്കാനാണ് വലിയ പാടൊന്നുമില്ല. മേക്കർ ബസാർ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് വാങ്ങേണ്ട ഐറ്റം ഏതാണോ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ ചില സാധനങ്ങൾക്ക് കടയിലേക്കാളും വില കൂടുതലുമാണ് കേട്ടോ. ചില സാധനങ്ങൾക്ക് കടയിലേക്കാളും ഒരുപാട് വിലക്കുറവുമുണ്ട്. അതുപോലെ ഒന്നിലധികം സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം എന്തൊക്കെയാണോ അതെല്ലാം സെർച്ച് ചെയ്ത് കാർട്ടിലേക്കാണ് ആദ്യമേ ആഡ് ചെയ്യേണ്ടത്. പിന്നെയുള്ള കാര്യങ്ങൾ വലിയ പാടൊന്നുമില്ല. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുക കറക്റ്റായിട്ട്. ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന് വേറെ പ്രത്യേകത ഒന്നുമില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്ന എല്ലാ സാധനത്തിനും കൂടെ ഒറ്റ കൊറിയർ ചാർജ് ആവുള്ളൂ. അതുപോലെ നമ്മൾ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു കോൾ വരും നമ്മുടെ ഓർഡർ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിച്ച് നോക്കാം. കടയിലേക്കാളും വില കുറവുണ്ട് ചില സാധനങ്ങൾക്ക്. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇതുപോലുള്ള ബോർഡുകൾ മേടിച്ചവർക്ക് സ്വന്തമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങളുടെ ഏരിയയിലുള്ള കടകളിൽ വില കൂടുതലാണെങ്കിൽ മേക്കർ ബസാറിൽ നിന്ന് മേടിച്ച് നോക്കുക. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി തിരഞ്ഞെടുക്കുക. പിന്നെ പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്കിവിടെ കിട്ടിയത് 13 ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു മേക്കർ ബസാറിൽ നിന്ന് മേടിച്ച് നോക്കാം. നല്ല വിലക്കുറവുണ്ട് കടയിലേക്കാളും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.